ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസ് 8ാം ക്ലാസ്സിലെ മാത്സിലെ 3rd ചാപ്റ്റർ. അതിൽ പേജ് നമ്പർ 45-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. സീ ദിസ് പാറ്റേൺ. 3 is equal to 2 square minus 1 square. 5 is equal to 3 square minus 2 square. 7 is equal to 4 square minus 3 square. Check whether some other odd number can also be written as the difference of two perfect squares. Explain why all odd numbers greater than 1 can be written like this. Question നമുക്ക് മനസ്സിലായോ? അതായത് 3 ഒരു ഓഡ് നമ്പറാണ്, 5 ഒരു ഓഡ് നമ്പറാണ്, 7 ഒരു ഓഡ് നമ്പറാണ്. 3നെ നമുക്ക് 2ൻ്റെ സ്ക്വയറിൽ നിന്ന് 1ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ഉള്ളൊരു ഫോമിൽ എഴുതാം. നമുക്കിത് ചെക്ക് ചെയ്യാം അല്ലേ, ഇത് 3നെ കിട്ടുമെന്ന് നോക്കിയേ. 2ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1 തന്നെ 3 കിട്ടി അല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. അടുത്തത് 5 കിട്ടി. 3യുടെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ 9 മൈനസ് 2 സ്ക്വയർ 4. 9 മൈനസ് 4 നമുക്ക് 5 കിട്ടും അല്ലേ. അപ്പോൾ അതും കറക്റ്റാണ്. അടുത്ത നോക്കിയേ, 7 ഒരു ഓഡ് നമ്പറാണല്ലേ. 7 എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 3ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്തു. 4ൻ്റെ സ്ക്വയർ 16, 3യുടെ സ്ക്വയർ 9. 16 മൈനസ് 9 നമുക്ക് 7 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഓഡ് നമ്പേഴ്സ് എല്ലാം അടുത്തടുത്ത നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് അല്ലേ. ഇപ്പോൾ നോക്കിയേ, 1ൻ്റെ തൊട്ടടുത്ത നമ്പറാണ് 2 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ആ നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് 1ൻ്റെ സ്ക്വയർ, അതിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമ്മൾ പറയാറില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തിനാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാം? 1, 2, 3, 4, 5. ഇതിൽ അടുത്തടുത്ത നമ്പറുകൾ, അതിനാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാം. ഇത് അടുത്തടുത്ത നമ്പറാണല്ലേ. 1ഉം 2ഉം, ഇവിടെ 2ഉം 3ഉം, ഇവിടെ 3ഉം 4ഉം അടുത്തടുത്ത നമ്പറുകൾ. അപ്പോൾ അടുത്തടുത്ത നമ്പറുകളുടെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഓഡ് നമ്പർ കിട്ടും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ചെക്ക് വെദർ സം അതർ ഓഡ് നമ്പർ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇതാണ് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് എന്ത് എഴുതാം? ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അവർ പറയുന്നത്? ഓഡ് നമ്പർ കിട്ടുന്നതാണ് പറയുന്നത്. ഇതിന് നമുക്കൊരു എക്സ്പ്ലനേഷനും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 3 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ നമുക്ക് 3 കിട്ടി. അപ്പോൾ 2, 1 ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് അല്ലേ. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ്. 1 കഴിഞ്ഞാൽ 2. അതുപോലെ അവർ തന്നിരിക്കുന്ന 5, 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അതായത് 2ഉം 3 അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അതിൻ്റെ ഇപ്പോൾ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് ഈ ഓഡ് നമ്പർ. ഇനി 7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അതും 4ഉം 3ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. അവൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഓൾജിബ്രിക് ഇക്വേഷൻ ഓഫ്, അല്ലെങ്കിൽ ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഓഫ് ഓഡ് നമ്പർ. ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്? കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഒരു ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2n+1 എന്നാണ് അല്ലേ. 2n+1 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ 2n+1 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ഇത് ചെക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്തതാണ്. 2n+1 എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 10 കൊടുത്ത് നോക്കിയാൽ എന്നിന് 10 × 2 20, 20ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 21 കണ്ടോ, ഓഡ് നമ്പറാണ്. അപ്പോൾ അതിന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ എ ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ പറയുന്നതനുസരിച്ച് ഒരു ഓഡ് നമ്പർ എന്ന് പറയുന്നത്, അതായത് 2n+1 നമ്മുടെ ഓഡ് നമ്പർ, അതേന്ന് പറയുന്നത് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നമ്പേഴ്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ n ആണ് ഞാൻ എടുക്കുന്ന ഒരു നമ്പറെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്ത നമ്പർ ഏതായിരിക്കും? n+1 ആയിരിക്കും അല്ലേ. ഇതിപ്പോൾ n-ന് 2 കൊടുക്കുകയാണെങ്കിൽ n+1 എന്ന് പറയുന്നത് 3 ആയിരിക്കും.
അപ്പോൾ ഇതല്ലേ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ എഴുതിക്കൂടെ? ഇപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എന്തെഴുതാം? ഇവിടെ 2² - 1² ആണല്ലേ. അപ്പോൾ ഇവിടെ ഇത് അല്ലേ n+1 n+1² മൈനസ് ഇത് അല്ലേ നമ്മുടെ ഫസ്റ്റ് നമ്പർ n². ഓക്കെ, അപ്പോൾ അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പറുകളുടെ ഡിഫറൻസിന് ഈ നമ്പേഴ്സിനെ നമ്മൾ ഇതുപോലെ എഴുതി. ഈ n+1 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ n+1 എന്തായി? 2 ആയി. അപ്പോൾ ഈ ഒരു ഫോമായി അല്ലേ. ഇനി നമ്മൾ n-ന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ n+1 എന്ന് പറയുന്നത് 3² ആവും അല്ലേ. 3² - 2². അപ്പോൾ ഇതായി അല്ലേ ഈ സെക്കൻഡ് കേസ്. ഇനി ഇവിടെ n-ന് നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ 3². ഇവിടെ എന്താവും? n+1 3 + 1 4, അതിൻ്റെ സ്ക്വയർ 4² - 3². ഈ ടേം കിട്ടും. അങ്ങനെ നമ്മൾ n-ന് കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് നമുക്ക് ഈ ടേംസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാം. ഇനി ഇത് ഓഡ് നമ്പർ കിട്ടുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന കാര്യം ശരിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് നമുക്ക് ഒരു ഓഡ് നമ്പർ കിട്ടുന്ന നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമുക്കറിയാം n+1² ഇത് x+y² എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അല്ലേ, ആ രൂപത്തിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് x² + y² + 2xy ആ ഒരു ഇതിലേക്ക് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയൂടെ ഈ n+1 എന്ന് പറയുന്ന ടേമിനെ. അപ്പോൾ ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് x-ൻ്റെ സ്ഥാനത്ത് n ആണ് അല്ലേ. അപ്പോൾ n². ഓക്കെ, n² പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1. അപ്പോൾ 1-ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സിന് വീണ്ടും n എന്ന് കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ n ആണ് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n² അങ്ങനെ തന്നെ എഴുതുക പ്ലസ് 1² പ്ലസ് 2 ഇൻറ്റു n ഇൻറ്റു 1 2 ഇൻറ്റു n 2n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2n തന്നെ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ n²ഉം 2n ഒരുമിച്ച് എഴുതാം. പ്ലസ് 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? n² പ്ലസ് 2n പ്ലസ് 1 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാം? ഈ n² ഇവിടേക്ക് എടുത്ത് എഴുതണ്ടേ? ഇത് നമ്മുടെ ഫസ്റ്റ് ടേമിനെ എക്സ്പാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ n² പ്ലസ് 2n പ്ലസ് 1. ഇനി ഈ ടേമിന് എഴുതാം -n². ഇപ്പോൾ ഇവിടെ നോക്കിയൊരു പ്ലസ് n² ഉണ്ട്, ഇവിടെ ഒരു -n² ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ നമുക്ക് അവിടെ കിട്ടുന്നത്? ബാക്കി നമുക്ക് കിട്ടുന്നത് 2n പ്ലസ് 1 എന്നാണ്. നോക്കിക്കേ, അത് തന്നെയല്ലേ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കിടക്കുന്നത് 2n പ്ലസ് 1. ഇപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലും ഇത് പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2n പ്ലസ് 1 എന്ന് കിട്ടി. അതായത് ഏതൊരു കോൺസിക്യൂട്ടീവ് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് നമ്മൾ കണ്ടാലും നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അടുത്ത പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 4. ഗീവ് റീസൺ ഫോർ ദ ഫാക്ട് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 1 ഓൾസോ എൻഡ് ഇൻ 1. വാട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5 ആൻഡ് നമ്പർ എൻഡിങ് ഇൻ 6? അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമ്പേഴ്സ് എൻഡിങ് ഇൻ 1, അതായത് 1-ൽ അവസാനിക്കുന്ന നമ്പറുകൾ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ നമുക്കതിൻ്റെ ആൻസർ 1-ൽ തന്നെ അവസാനിക്കുന്ന ഒരു നമ്പറായിരിക്കും കിട്ടുക. നമുക്ക് പറയുമ്പോൾ മനസ്സിലായെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരാം. അതായത് ഇപ്പോൾ ഞാനൊരു നമ്പർ എടുക്കുകയാണ്. ഇപ്പോൾ നോക്കി 11 അല്ലേ. അതിൻ്റെ അറ്റത്തെ ഏതാ നമ്പർ? എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാ? എൻഡിങ് നമ്പർ 1 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ, ഇതിൻ്റെ സ്ക്വയർ ഇങ്ങനെ 1-ൽ എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ പറയട്ടെ. 11-ൻ്റെ സ്ക്വയർ എത്രയാണ്? 121 അല്ലേ. 11-ൻ്റെ സ്ക്വയർ നമുക്ക് 121 എന്ന് കിട്ടും. അപ്പോൾ അത് നോക്കിക്കേ, അതിൻ്റെ ലാസ്റ്റ് നമ്പർ 1-ലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 1 തന്നെയാണ് അല്ലേ. ഇനി അടുത്തൊരു നമ്പർ കൺസിഡർ ചെയ്യാം നമുക്ക്. ഇപ്പോൾ 20, അടുത്ത നമ്പർ അറ്റത്ത് 1 വരുന്നത് 21 ആണല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം. അപ്പോൾ 21-ൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 21-ൻ്റെ സ്ക്വയർ നമുക്ക് 441 കിട്ടും അല്ലേ. അപ്പോൾ അത് നോക്കി, അതിൻ്റെയും
നമ്പർ അവസാന നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പോൾ അതും അവസാനിക്കുന്നത് 1-ലാണ്. അപ്പോൾ 1-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ കാണുമ്പോൾ കിട്ടുന്ന ഉത്തരവും അതിൻ്റെയും അറ്റത്തെ നമ്പർ, അതായത് ലാസ്റ്റ് നമ്പർ 1 തന്നെയാണെന്നാണ് പറയുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു എന്തും കൊടുക്കണം, ഒരു റീസണും കൊടുക്കണം. അപ്പോൾ എക്സ്പ്ലനേഷൻ നേരത്തെ പ്രോബ്ലങ്ങളിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്ത പോലെ ഇതിന് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നോക്കിക്കേ. ഈ 11 അല്ലെങ്കിൽ 21 അടുത്ത ഏതായിരിക്കും? അടുത്ത നമുക്ക് 31-ൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പോൾ 31-ൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 961 എന്ന് കിട്ടും അല്ലേ? അതിൻ്റെയും ലാസ്റ്റ് നമ്പർ 1 തന്നെയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് അടുത്ത 41-ൻ്റെ സ്ക്വയർ, അങ്ങനെ 1-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ ഒക്കെ നമ്മൾ സ്ക്വയർ എടുത്താലും നമുക്ക് ഈ ആൻസർ കിട്ടുന്നിടത്തൊക്കെ അവസാനിക്കുന്നത് 1-ൽ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇതിനൊരു ജനറൽ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഈ 11 എന്ന് പറയുന്ന സംഖ്യയെ 11 എന്ന സംഖ്യ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. 10n + 1 ഇങ്ങനെ എഴുതിക്കൂടെ? 10n + 1, അതായത് ഞാനിവിടെ 10 × 1 കൊടുത്തു +1, 10 + 1, അപ്പോൾ എന്താ കിട്ടി? നമുക്ക് 11 എന്ന് കിട്ടി. അടുത്തത് 21 എന്ന സംഖ്യ കിട്ടണമെങ്കിലോ 10n, ഇതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 10n + 1, അപ്പോൾ നമ്മൾ n-ന് എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. അപ്പോൾ 10 × 2 + 1, അപ്പോൾ നമുക്ക് 20 + 1 = 21. കണ്ടോ? അപ്പോൾ n-ന് നമ്മൾ 1, 2, 3 അങ്ങനെ കൊടുക്കും തോറും നമുക്ക് എന്ത് കിട്ടും? ഈ സംഖ്യകൾ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന 11, 21, 31 അതിനൊക്കെ ജനറലായിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം അല്ലേ? ഈ ഒരു ഓൾജിബ്രിക് ഫോം നമുക്ക് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഈ നമ്പറുകൾക്കൊക്കെ പകരം ഞാൻ ഈ നമ്പർ കൊടുക്കാൻ പോകുന്നത്. കാരണം ഇനി 31 ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 31 എന്ന് പറഞ്ഞാൽ 10n + 1 അല്ലേ? n-ൻ്റെ അവിടെ നമ്മൾ 3 കൊടുത്ത് നോക്കിയേ. 10 × 3 + 1 നമുക്ക് എന്ത് കിട്ടും? 30 + 1, അതായത് 31 എന്ന് കിട്ടി. ഈ നമ്പർ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഏതൊരു ഇങ്ങനത്തെ നമ്പറിനെ, അതായത് അറ്റത്ത് 1 വരുന്ന ഡിജിറ്റ് വരുന്ന നമ്പറുകളെ, സംഖ്യകളെ നമുക്ക് 10n + 1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ 10n + 1 എന്ന് എഴുതി. അതിൻ്റെ സ്ക്വയർ അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? നമുക്കറിയാം x + y ² നമ്മൾ എന്താ ചെയ്യാറ്? x² + y² + 2xy നമ്മുടെ ഐഡൻറ്റിറ്റി. അതനുസരിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ x² എന്ന് പറഞ്ഞാൽ 10n-ൻ്റെ സ്ക്വയർ. അപ്പോൾ 10n² പ്ലസ് വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1-ൻ്റെ സ്ക്വയർ, 1² പ്ലസ് ഇനി 2 × x-ൻ്റെ അവിടെ എന്ത് കൊടുക്കുക? 10n കൊടുക്കുക ഇൻറ്റു വൈയുടെ അവിടെ 1 കൊടുത്തു. ഇനി 10n², അപ്പോൾ 10-ൻ്റെയും n-ൻ്റെയും രണ്ടിൻ്റെയും സ്ക്വയർ ബാധകമാണ് അല്ലേ? അപ്പോൾ 10-ൻ്റെ സ്ക്വയർ എന്ത് കിട്ടും? 100. ഈ n-ൻ്റെ സ്ക്വയർ n² അല്ലേ? അപ്പോൾ 10n² എന്ന് പറയുന്നത് 100n² പ്ലസ് 1-ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, പ്ലസ് 2 × 10n 20n എന്ന് കിട്ടും അല്ലേ? അത് × 1 എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല, 20n തന്നെ. ഇനി ഈ രണ്ട് നമ്പറുകളെ ഒരുമിച്ച് എഴുതാം. 100n² പ്ലസ് 20n + 1. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 100n² പ്ലസ് 20n + 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 100n² പ്ലസ് 20n + 1 എന്ന് പറഞ്ഞ ടൈമിൽ നിന്ന് നമുക്ക് 10-നെ പുറത്തെടുക്കാം. 10-നെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ബാക്കി 10n² എന്ന് വരും. പ്ലസ് ഇവിടെയോ 10 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 2 ഉണ്ടാവും അല്ലേ? 2 × 10 ആണല്ലോ 20. അപ്പോൾ ഇവിടെ നമുക്ക് 2n ഉണ്ടാവും പ്ലസ് 1. ഞാൻ പറയട്ടെ, ഈ 10n² പ്ലസ് 2n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആയിരിക്കുമല്ലോ. എന്ത് ചെയ്താൽ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും അല്ലേ? അപ്പോൾ 10 അപ്പോൾ ഞാൻ ഈ മൊത്തത്തിലുള്ള ഈ സംഖ്യേനെ ഞാൻ തൽക്കാലം m എന്ന് കൊടുക്കാം, പ്ലസ് 1. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? 10m + 1, അതായത് ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ, അതായത് അറ്റത്ത് 1 ഉള്ള നമ്പറുകളുടെ സ്ക്വയർ എന്ന് പറയുന്നത് നോക്കിയേ, കിട്ടിയതും അങ്ങനെ തന്നെയല്ലേ? അതായത് അറ്റത്ത് 10-ൻ്റെ മൾട്ടിപ്പിളാണ് ഈ സംഖ്യ അല്ലേ? അപ്പോൾ എന്തായാലും അറ്റത്ത് 10 വരും. അപ്പോൾ അതിൻ്റെ കൂടെ +1 ചെയ്യാമെന്ന് പറഞ്ഞാൽ അറ്റത്ത് എന്തായാലും
1 എന്ന് പറഞ്ഞ നമ്പർ വരും അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. എമ്മിന് നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും കൊടുത്തോളൂ. അപ്പോൾ എം ഇസ് ഈക്വൽ ടു നിങ്ങൾ 3 കൊടുത്ത് നോക്കിക്കോ. അപ്പോൾ 10m + 1 ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിൽ കൊടുക്കാം, എമ്മിന് 3 കൊടുക്കാം. അപ്പോൾ 10 × 3 + 1 നോക്കിയേ, 10 × 3 30. 30 + 1 നിങ്ങൾക്ക് എന്ത് കിട്ടും? 31. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് നമ്പറും ഇതിവിടെ കൊടുത്താൽ, എമ്മിന് പകരം കൊടുത്താൽ നിങ്ങൾക്ക് അറ്റത്ത് 1 തന്നെയാണ് വരിക. ഓക്കെ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് അറ്റത്ത് 1 ഉള്ള നമ്പറുകളുടെ സ്ക്വയർ കണ്ടാലും കിട്ടുന്ന സ്ക്വയറിലും അറ്റത്ത് 1 തന്നെയായിരിക്കും. കിട്ടുന്ന നമ്പർ ഇതാണ്, അറ്റത്ത് നോക്കി 1 തന്നെയായിരിക്കും. കാരണം 10 കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അറ്റത്ത് 0 വരും. ഇനി അതിൻ്റെ കൂടെ എന്തായാലും 1 ആഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 1 ആണ് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്യാം. അടുത്ത അതിൽ തന്നെ വേറെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5. അതായത് 5 അവസാനിക്കുന്ന നമ്പറുകളുടെ, 5 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയറിൻ്റെ നമ്പറിൻ്റെ പ്രത്യേകത എന്തായിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ 1 അവസാനിക്കുന്ന നമ്പറുകൾ എങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എന്താ എടുത്തത്? 10n + 1 എന്നാണ് ഇവിടെ എടുത്തത് അല്ലേ. നോക്കിയേ, 10n + 1 എന്നാണ് 1 അവസാനിക്കുന്ന നമ്പറുകളുടെ ജനറൽ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇത് 10n + 1. ഇനി നോക്കിയേ, അടുത്തത് എന്താണ്? നമ്പേഴ്സ് ends in 5. 5 അവസാനിക്കുന്ന നമ്പറുകൾ. അപ്പോൾ 5 അവസാനിക്കുന്ന നമ്പറുകളെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 5 അവസാനിക്കുന്ന നമ്പറുകളെ represent as നോക്കിക്കേ, 10n + 5 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ 1 അവസാനിക്കുന്ന നമ്പറുകളെ 10n + 1 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇവിടെ 5 അവസാനിക്കുന്ന നമ്പറുകളെ നമുക്ക് 10n + 5 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നിന് ഏത് നമ്പർ കൊടുത്താലും നമുക്കിത് 5ൽ എൻഡ് ചെയ്യുന്നൊരു ഡിജിറ്റ് ഉള്ള ഒരു നമ്പറായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 10n + 5 എന്ന് കിട്ടി. ഇനി ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ എന്ത് കിട്ടുന്നല്ലേ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് നമുക്ക് അത് എന്തിൽ അവസാനിക്കുന്നുണ്ടോ നോക്കാം. ഏത് നമ്പറിലാണ് അവസാനിക്കണതെന്ന് നോക്കാം. ഏത് നമ്പറിൽ അവസാനിക്കണതെന്ന് കാണാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടപ്പോൾ 1ൽ അവസാനിക്കുന്ന നമ്പറുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് നമുക്ക് ഇതിലെന്താ കിട്ടുക നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം 10n + 5 അതിൻ്റെ സ്ക്വയർ നമ്മൾ കാണാം. അപ്പോൾ അത് = നമ്മുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ, അതായത് ഇനി ഞാനത് എഴുതുന്നില്ല, നമുക്ക് ഓർമ്മയില്ലേ, x² + y² + 2xy, അതായത് x + y² = ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇത് വെച്ചിട്ട് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇത് ആ ഫോമിലല്ലേ കിടക്കുന്നത്, x + y² ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 10n. അപ്പോൾ 10n² + y² എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ പ്ലസ് അടുത്തത് 2 × 10n × y എന്ന് പറയുമ്പോൾ 5 അല്ലേ. 10n² എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ 100, n² എന്ന് പറഞ്ഞാൽ n², n-ൻ്റെ സ്ക്വയർ n². ഇനി 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് ഇനി 5 × 2 10, 10 × 10 100, അപ്പോൾ 100n വരും ഇവിടെ. ഓക്കെ, ഇനി ഇതിൽ ഇവർ ഒരുമിച്ച് എഴുതാം. 100n² + 100n + 25. ഇതിൽ നിന്ന് ഞാൻ 100നെ പുറത്തെടുക്കാം. നോക്കിയേ, അപ്പോൾ എന്താ വരിക? n² + n + 25 ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഈ 100 ഇതെന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിക്കേ, 100 ഒരു നമ്പർ. അപ്പോൾ ഞാനിതിന് m എന്ന് കൊടുക്കാൻ പോവാം. നേരത്തെ ഞാനിവിടെ 10m കൊടുത്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് ഞാൻ എന്ത് കൊടുത്തു? m കൊടുത്തില്ലേ. അതുപോലെ ഈ ഒരു ടേമിന് ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? m. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? 100m + 25. ഇപ്പോൾ നോക്കിക്കേ, m എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഏത് നമ്പറിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താലും അറ്റത്ത് 2 0 വരും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, 22 × 100. ഞാൻ ഈ എമ്മിനെ 22 ആയിട്ട് എടുത്തു. അതിന് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 22 ഇട്ടിട്ട് ഈ 2 പൂജ്യങ്ങൾ അറ്റത്ത് വരും അല്ലേ. ഇനി അതിൻ്റെ കൂടെ ഞാൻ 25 ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ 25 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അറ്റത്തല്ലേ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 5 വരും, 2 വരും, 2, 2. അപ്പോൾ നോക്കിക്കേ, എങ്ങനെ വരുന്ന എന്ത് നമ്പർ ആയാലും അത് എന്തിലാണ് അവസാനിക്കുന്നത്? 25ൽ അവസാനിക്കും.
ഓക്കെ, അപ്പോൾ 5 ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റുകൾ ഏതൊക്കെയായിരിക്കും? 25-ലായിരിക്കും അത് അവസാനിക്കുന്നത്. അടുത്തത് നമ്പർ എൻഡ് ഇൻ 6. 6-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ എങ്ങനെയായിരിക്കുന്നത്? അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ക്വയർ? 6-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 6-ൽ അവസാനിക്കുന്ന കുറച്ച് നമ്പർ എടുത്ത് നോക്കാം. 6-ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ എന്താ വരാമെന്നല്ലേ? 6-ൽ അവസാനിക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? 6 ഒരു നമ്പറുണ്ട്, പിന്നെ 16 എഴുതാം, പിന്നെ 26, പിന്നെ 36, ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയറുകൾ. ഓക്കെ, അപ്പോൾ 16ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. നമുക്ക് എന്ത് കിട്ടും? 256 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നോക്കിയ അറ്റത്ത് എന്താ? 5-ലാണ് അവസാനിച്ചത്. അതുപോലെ 26ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 26 ഇൻറ്റു 26, 6 6 36, ബാക്കി 3, 6 2 12, 3 15, 6 2 12, ബാക്കി 1, 2 4 1 5, 6 7 6, 676. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ സ്ക്വയർ 256 എന്ന് കിട്ടി. ഇതിൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 676 എന്ന് കിട്ടി. ഇനി 36ൻ്റെ സ്ക്വയർ, 36 ഇൻറ്റു 36 എന്ത് കിട്ടും? ഇതാ 1296 എന്ന് കിട്ടും. ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതായത് നോക്കിയേ, അതായത് 6-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ 6-ൽ അവസാനിക്കുന്ന നമ്പറുകൾ തന്നെയാണ് കിട്ടുന്നത്. കണ്ടോ? 6-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയറിൻ്റെ അവസാനിക്കുന്ന നമ്പറും ഒക്കെ എന്താണ്? 6-ലാണ്. ഇതിന് നമുക്കൊരു പ്രൂഫ് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മൾ നേരത്തെ 1-ൽ അവസാനിക്കുന്ന നമ്പറുകൾ, നമ്പേഴ്സ് എൻഡ് ഇൻ 1, അതിനെന്ത് ആൾജിബ്രിക് ഫോമാണ് കൊടുത്തത്? ഓർക്കുന്നുണ്ടോ? നേരത്തെ തൊട്ട് മുമ്പ് കൊടുത്തത് 10n + 1 എന്ന് കൊടുത്തു അല്ലേ? ഇനി നമ്പേഴ്സ് എൻഡ്സ് ഇൻ 5-ന് നമ്മൾ എന്താ കൊടുത്തത്? 10n + 5 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്പർ എൻഡ് ഇൻ 6-ന് നമുക്ക് എങ്ങനെ കൊടുക്കാം? നമ്പേഴ്സ് എൻഡ്സ് ഇൻ 6-ൻ്റെ ആൾജിബ്രിക് ഫോം നമുക്ക് 10n + 6 എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ പോരെ? ഇതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് അവസാനം 6-ൽ അവസാനിക്കുന്ന നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കി 10n + 6 സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് x + y ഹോൾ സ്ക്വയർ ഫോമാണല്ലേ? അപ്പോൾ x² + 2xy + y സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇതാണ്. അപ്പോൾ 10n-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10n² + 2 ഇൻറ്റു എക്സിൻ്റെ അവിടെ 10n ഇൻറ്റു 6 + y സ്ക്വയർ എന്ന് പറയുമ്പോൾ 6-ൻ്റെ സ്ക്വയർ. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 10n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ 100, n-ൻ്റെ സ്ക്വയർ n² തന്നെ, പ്ലസ് 2 ഇൻറ്റു 10n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 10n എന്ന് പറഞ്ഞാൽ 20n. 20n ഇൻറ്റു 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 120n അല്ലേ? ഓക്കെ, 120n എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 10n എന്ന് പറഞ്ഞാൽ 120n പ്ലസ് 6-ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ ഇതിനിങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് 10നെ പുറത്തെടുക്കാം. ഇതിൽ നിന്ന് 10നെ പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും? ഈ ഈ 100ൽ നിന്ന് 10 പോയപ്പോൾ ബാക്കി ഉള്ളിലൊരു 10 കിട്ടും അല്ലേ? 10 ഇൻറ്റു 10 ആണ് 100. അപ്പോൾ 10, പിന്നെ ഈ n² അവിടെ തന്നെ ഉണ്ടാവും, പ്ലസ് 120 നിന്ന് 10 പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ഉണ്ടാവുക എത്രയാണ്? 12 ഇൻറ്റു 10 ആണ് 120 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്രയാണ്? 12 ഇൻറ്റു 10 ആണ് 120. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 10 പുറത്തെടുക്കുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 12. അപ്പോൾ ഇവിടെ 12n പ്ലസ് ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് 36 ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ, 10 ഇൻറ്റു ഇതൊരു ഡിജിറ്റായിട്ട് നമുക്ക് എടുത്തുകൂടെ? നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ 10m എന്ന് എഴുതാൻ പോവുകയാണ്. അതിനെ 10m + 36, അതായത് ഇത്രയും ഭാഗത്തിന് നമുക്ക് m എന്ന് പറയാം. നമുക്ക് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും?
നമുക്കത് 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അറ്റത്ത്, അതായത് യൂണിറ്റ് പ്ലേസിൽ 0 ഉള്ള നമ്പറാണ് കിട്ടുക അല്ലേ. നോക്കിക്കേ, 10 ഇൻറ്റു, ഞാൻ ഈ എമ്മിൻ്റെ പകരം ഞാനൊരു 43 എന്ന് കൊടുത്തു. ഇനി പ്ലസ് 36 ചെയ്യണം അല്ലേ. നോക്കിയേ, ഇത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 43 ഇൻറ്റു 10 430 എന്ന് കിട്ടും. നോക്കി, അറ്റത്ത് 0 വന്നത് കണ്ടോ. പ്ലസ് ഇനി നമ്മൾ 36 ചെയ്യാൻ പോവാണ്. അപ്പോൾ 430 പ്ലസ് 36. അപ്പോൾ നിങ്ങൾ നോക്കി, അറ്റത്ത് ഈ 0ൻ്റെ കൂടെ നമ്മൾ ഈ 6 ആണ് ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ 6 ആവും, ഇവിടെ 6 4. അപ്പോൾ നോക്കിക്കേ, അറ്റത്ത് ഏത് നമ്പറാണ് വരുന്നത്? 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പ്രൂഫ് ശരിയായില്ലേ. അതായത് ഒരു വൺസ് പ്ലേസിൽ 6 ഉള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ കണ്ടാൽ നമുക്ക് ആൻസറിലും വൺസ് പ്ലേസിൽ 6 തന്നെ കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തത്. അതായത് 10m പ്ലസ് 36 ആണ് നമുക്കിതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്നത്. m എന്ന് പറയുന്നത് എനി നാച്ചുറൽ നമ്പർ. ഓക്കെ.